നമസ്കാരം. പാക് അധീന കാശ്മീരിലെ റാവലക്കോട്ടിൽ കൂട്ടക്കൊല നടക്കുകയാണ്. റാവലക്കോട്ടിലെ വീടുകൾ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തുന്നതിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അധീന കാശ്മീരിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സാധാരണമായ ചില അശാന്തിയോ പ്രതിഷേധങ്ങളോ ഒന്നുമല്ല. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും കാശ്മീരി ജനതയുടെ മേൽ നടത്തിവരുന്ന വംശീയ അടിച്ചമർത്തലുകളുടെയും നരഹത്യയുടെയും ഏറ്റവും ഭീമാകാരമായ മുഖമാണിപ്പോൾ റാവലക്കോട്ടിൽ നിന്നും പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട മലയാള മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്യുന്നതായി കാണുന്നുമില്ല. സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും അന്താരാഷ്ട്ര വേദികളിൽ പ്രസംഗിക്കുന്ന ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾ സ്വന്തം മണ്ണിൽ അവകാശങ്ങൾ ചോദിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ടാങ്കുകളും തോക്കുകളും ഉപയോഗിച്ച് നടത്തുന്ന നരനായാട്ട് ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. റാവലക്കോട്ടിലെ തെരുവുകൾ ഇന്ന് ചോരക്കളമായി മാറിയിരിക്കുന്നു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാനപരമായി പ്രതിഷേധ മാർച്ച് നടത്തിയ ആയിരക്കണക്കിന് ജനക്കൂട്ടത്തിന് നേരെ പാക് റേഞ്ചേഴ്സും സൈന്യവും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയാണ് വെടിവയ്പ് നടത്തിയത്. ഈ പശ്ചാത്തലത്തിൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നരകതുല്യമായ ജീവിതവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഫാസിസ്റ്റ് മുഖവും തുറന്നു കാട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പാകിസ്ഥാൻ അധീന കാശ്മീരിലെ പൂഞ്ച് ജില്ലയുടെ തലസ്ഥാനമായ റാവലക്കോട്ടിൽ പാക് സൈന്യവും പാക് റേഞ്ചേഴ്സും ചേർന്ന് നടത്തിയ ക്രൂരമായ നരഹത്യയിൽ നിരവധി നിരപരാധികളാണ് ജീവൻ വെടിഞ്ഞത്. ഉയർന്ന വൈദ്യുതി ചാർജുകൾ, അനിയന്ത്രിതമായ വിലക്കയറ്റം, അടിസ്ഥാന അവകാശങ്ങളുടെ നിഷേധം എന്നിവയ്ക്കെതിരെ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പാക് ഭരണകൂടം തിരഞ്ഞെടുത്തത് തോക്കിൻ മുനയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിനു നേരെ പാക് സൈന്യം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടത്തിയ വെടിവയ്പിൽ ഡസൻ കണക്കിന് ആളുകളാണ് സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചവരെയും ആംബുലൻസുകളെയും പോലും പാക് സൈന്യം തടയുകയും വെടിയുതിർക്കുകയും ചെയ്തു. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ശത്രു രാജ്യത്തെ സൈന്യത്തെ എന്നോണം വേട്ടയാടുന്ന ഈ നയം പാകിസ്ഥാന്റെ ഭീകര മുഖമാണ് വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. റാവലക്കോട്ടിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ശക്തമായ ജനകീയ കാരണങ്ങളുമുണ്ട്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ ജനങ്ങൾ തങ്ങളുടെ മൗലിക അവകാശങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും വേണ്ടി സമാധാനപരമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. എന്നാൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം ഈ സംഘടനയെ നിരോധിക്കുകയും തീവ്രവാദ സംഘടനയായി ചിത്രീകരിക്കാനുമാണ് പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിച്ചത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശിക നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കുകയും പ്രദേശത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ജാതീയതയുടെയും ജനാധിപത്യത്തിന്റെയും പൊളിവചനങ്ങൾ പറയുന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾ സ്വന്തം നാട്ടിൽ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെയാണ് ഇത്തരത്തിൽ ചവിട്ടി അരയ്ക്കുന്നത്. റാവലക്കോട്ടിൽ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഏതൊരു മനുഷ്യനെയും വിറപ്പിക്കുന്നതാണ്. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലകളെ പാക് സൈന്യം തങ്ങളുടെ ഫയറിംഗ് പൊസിഷനുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരപരാധികൾ വെടിയൊച്ചകൾ കേട്ട് ഭയന്ന് വീടുകൾക്കുള്ളിലും നിലവറകളിലും ഒളിച്ചിരിക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വീടുകൾക്ക് നേരെ പോലും പാക് സൈന്യം ഷെല്ലാക്രമണങ്ങളും വെടിയൊച്ചകളും നടത്തുന്നു. പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ ജനങ്ങൾ ഭയത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സ്വന്തം പൗരന്മാരുടെ ജീവന് മേൽ വിലപേശുന്ന ഈ ഭരണകൂട ഭീകരത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒന്നുകൂടിയാണ്. സാമ്പത്തിക ചൂഷണം നേരിടുന്ന കാശ്മീരി ജനത പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശത്തിന് കീഴിൽ കഴിയുന്ന കാശ്മീരികൾ എല്ലാ തരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ ചൂഷണങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും കോടിക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പാകിസ്ഥാന്റെ മറ്റ് പ്രവിശ്യകളിലേക്ക് കടത്തുമ്പോൾ POKയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഉയർന്ന വൈദ്യുതി ബില്ലുകളും ഇരുട്ടിൽ കഴിയേണ്ട ദുർവിധിയുമാണ്. സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുകയും ഗോതമ്പും അരിയും പോലുള്ള അടിസ്ഥാന ഭക്ഷ്യ സാധനങ്ങൾ പോലും സാധാരണക്കാർക്ക് നിഷേധിക്കുകയും ചെയ്യുന്ന ജനവിരുദ്ധ നയങ്ങളാണ് ഇസ്ലാമാബാദ് സർക്കാർ നടപ്പിലാക്കുന്നത്. റോഡുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നരകതുല്യമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾ തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്നത് പാക് സൈന്യത്തിന്റെ തോക്കിൻ മുനയാണ്. POK ജനങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം അവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധാനത്തിന്റെ അനീതിയാണ്. പാകിസ്ഥാന്റെ മറ്റ് ഭാഗങ്ങളിൽ ജീവിക്കുന്ന അഭ്യർത്ഥികൾക്കായി POK നിയമസഭയിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ യഥാർത്ഥ അവകാശികളെ പിന്നോട്ടടിക്കുന്നതിനും തുല്യമാണ്. പ്രാദേശിക ജനങ്ങളുടെ ഭരണപരമായ അധികാരങ്ങളും രാഷ്ട്രീയ പങ്കാളിത്തവും പാകിസ്ഥാൻ ഭരണകൂടം ബോധപൂർവം കവർന്നെടുത്തു. ഫെഡറൽ ഭരണകൂടവും POK അധികൃതരും തമ്മിൽ നടത്തിയ പലവട്ട ചർച്ചകളിലും യാതൊരുവിധ ഫലവും കാണാതെ പരാജയപ്പെടുകയായിരുന്നു.
ജനങ്ങളുടെ ആവശ്യങ്ങളെ കേവലം സായുധ സേനയെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന പാകിസ്ഥാന്റെ ധാർഷ്ട്യമാണ് റാവലക്കോട്ടയിലെ രക്തച്ചൊരിച്ചിലിൽ കലാശിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യാവകാശ പ്രസംഗങ്ങൾ നടത്തുന്ന അന്താരാഷ്ട്ര സംഘടനകളും പാശ്ചാത്യ മാധ്യമങ്ങളും പാകിസ്ഥാൻ അധീന കാശ്മീരിൽ നടക്കുന്ന ഈ നരഹത്യയ്ക്ക് നേരെ ബോധപൂർവം കണ്ണടയ്ക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സെൻസർഷിപ്പും ഭീഷണിയും കാരണം അവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ ക്രൂരതകൾ പുറം ലോകത്തെ അറിയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയും സ്വതന്ത്ര ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ പാകിസ്ഥാന്റെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പാക് സൈന്യത്തിന്റെ ക്രൂരതകൾക്കെതിരെ ലോകമെമ്പാടുമുള്ള കാശ്മീരി പ്രവാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധങ്ങളുമായി വന്നിട്ടുണ്ട്. ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നരഹത്യക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റാവലക്കോട്ടിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നും പാക് സൈന്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ അന്വേഷണം നടത്തണമെന്നുമാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. പാകിസ്ഥാൻ ഭരണകൂടം എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അവരുടെ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ശബ്ദം ഇന്നും ലോകമെമ്പാടും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക് അധീന കാശ്മീരിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യയുടെ നിലപാടെന്നും വളരെയധികം വ്യക്തവും ശക്തവുമാണ്. റാവലക്കോട്ടിൽ പാക് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറുമൊരു വെടിവയ്പല്ല, അതൊരു സമ്പൂർണ്ണ നരഹത്യയാണെന്ന് ഇന്ത്യ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. പാക് അധിനിവേശ പ്രദേശങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പാകിസ്ഥാൻ ഭരണകൂടം മറുപടി പറയേണ്ടി വരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അടിച്ചേൽപ്പിച്ച ഭീകരതയുടെയും ദാരിദ്ര്യത്തിന്റെയും ഇരകളാണ് അവിടുത്തെ ജനങ്ങളെന്നും അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്കൊപ്പം ഇന്ത്യ നിലകൊള്ളും എന്നുമുള്ള സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങളെ തോക്കിൻ മുനയിൽ നിർത്തി എന്നേക്കുമായി നിശബ്ദമാക്കാമെന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ വ്യാമോഹമാണ് റാവലക്കോട്ടിലെ ജനങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നത്. തോക്കുകളേന്തിയും ടാങ്കറുകൾ ഇറക്കിയും ജനങ്ങളുടെ പ്രതിഷേധത്തെ നേരിടാൻ ശ്രമിക്കുന്നതോടും പാക് ഭരണകൂടത്തോടുള്ള അമർഷം ജനങ്ങളിൽ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. സൈന്യത്തിന്റെ ഈ കിരാത വാഴ്ചയ്ക്കെതിരെ POK ഓരോ മുക്കിലും മൂലയിലും പുതിയ പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പൗരന്മാരുടെ ചോരപ്പുഴയിൽ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് അധികകാലം ഈ ക്രൂരതയുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ POKന്റെ പ്രക്ഷോഭങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അവസാനമായി പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്, പാക് സൈന്യം അഴിച്ചുവിട്ട ഈ നരഹത്യ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ പട്ടാപ്പകൽ വെടിവെച്ചു കൊല്ലുകയും ജനവാസ കേന്ദ്രങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ചോര ചീന്തി ജനങ്ങളുടെ ശബ്ദം അടച്ചു പിടിക്കാനാണ് പാക് സൈന്യം വ്യാമോഹിക്കുന്നത്. അടിച്ചമർത്തലുകൾക്ക് എതിരെയുള്ള കാശ്മീരി ജനതയുടെ ഈ പോരാട്ടം ഒടുവിൽ പാക് അധിനിവേശത്തിന്റെ അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും. നിരപരാധികളുടെ ജീവനെടുത്ത ഈ ക്രൂരതയ്ക്ക് പാകിസ്ഥാന്റെ ഭരണകൂടവും സൈന്യവും വലിയ വില നൽകേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.